ഹലോ ഗേസ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പച്ചക്കറിത്തോട്ടത്തിൽ പയറെല്ലാം കൂടി ചാഞ്ഞ് മഴയത്തെല്ലാം കൂടി അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പയറുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പതുക്കെ പതുക്കെ നടന്ന് നമ്മൾ പയറുണ്ടോ എന്ന് നോക്കാം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റാണ്, പക്ഷേ അധികം നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഒരുപോലെ. അപ്പോൾ ചെറുതായിട്ട് പച്ചക്കറിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് പയറുണ്ടോ എന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പച്ചക്കറിത്തോട്ടം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കാണാനായിട്ട് പയർ മാത്രമേ ഉള്ളൂ. എപ്പോഴും മുള്ളങ്കി, ക്യാരറ്റ്, ബീൻസ്, പടവലങ്ങ അതൊക്കെ നടുമായിരുന്നു. ഇപ്പോൾ ഇതാ പയറൊക്കെ നട്ടിട്ട് ഇതുണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ചുമന്ന ചീരയുണ്ട്, തക്കാളി ഉണ്ട് കേട്ടോ. കുഞ്ഞി തക്കാളി ഇതായി വരുന്നേ ഉള്ളൂ. ഇതുണ്ട്, കുഞ്ഞി തക്കാളി ആയി വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ചുമന്ന ചീരയുണ്ട്. പിന്നെ ഇത് കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആയി വരണം. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്ക് പയറുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഒരു സാമ്പാറും വെച്ചിട്ട് ഒരു പയർ തോരനും കൂടെ വെക്കാമെന്നുള്ളൊരു ഇതിലാണ്. ഇത് കണ്ടോ, ഇതുപോലെ ആയിട്ടേ ഉള്ളൂ. കുറച്ച് ഒടിപ്പയറും പിന്നെ കുറച്ച് ഇതെന്താണെന്നറിയോ, കുറച്ച് മണിപ്പയറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് തോരൻ വെക്കാൻ. അപ്പോൾ ഒരു ഇച്ചിരി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കാം കേട്ടോ. കിട്ടിയാൽ നമുക്കൊരു ചെറിയ തോരൻ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ട് ഒരു തോരൻ വെക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇതായിട്ടില്ല, അത് പിഞ്ചാണ്. ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പച്ചക്കറിയൊക്കെ നടുന്നുണ്ടോ? നമ്മളെ ഈ ടെറസിൻ്റെ മേലെയൊക്കെ ഇച്ചിരി സ്ഥലമില്ലാത്തവർക്കൊക്കെ ഈ ടെറസിൻ്റെ മേലെ പ്ലാസ്റ്റിക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ടൊക്കെ നമുക്ക് അതുപോലെ പച്ചക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കെന്താ, നമ്മൾ വിഷമില്ലാത്ത പയറൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. തോരനൊക്കെ വെച്ച് മക്കൾക്ക് കൊടുക്കാം. ഇതുണ്ടോ, ഇത് നല്ല ഇതാണ് മണിപ്പയർ. അപ്പോൾ ഇതാ പയറിതാ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇത് പോരല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതുണ്ടോ, ഇതൊക്കെ നല്ല ഇതിനകത്തും നല്ല മണിപ്പയറുണ്ടാവും. അപ്പോൾ അതും ഇത് ഒടിയും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചാൽ നമുക്ക് 2-3 പേരല്ലേ ഉള്ളൂ, നമുക്ക് കഴിക്കാനുള്ള പയർ തോരനായി. അപ്പോൾ നമ്മളിന്ന് ഉച്ചത്തേക്ക് സാമ്പാറും പയർ തോരനും പിന്നെ മക്കൾക്കൊരു എഗ് റോസ്റ്റും കൂടെ ഉണ്ടാക്കി കൊടുത്താൽ, ഒരു ഓംലേറ്റും കൂടെ ആക്കി കൊടുത്താൽ, അമ്മയുള്ളതുകൊണ്ട് നമ്മളത് പയറൊക്കെ പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയാണ് കുക്കിംഗ്. ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ, നമ്മൾ കറുത്ത പയർ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. എല്ലാ പയറിനെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. തോരൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളപ്പയറിനെക്കാട്ടിലും ടേസ്റ്റുള്ളൊരു പയറാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും കേട്ടോ. ചീര അതാണ്ട് ഫ്രഷ് ചീര ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിതാ പയർ ഒരു തോരനുള്ളതായിട്ടോ. ഇത് മതിയാവും. നമ്മൾ 2 ആൾക്കാർക്ക് എന്തോരം വേണം അല്ലേ. അപ്പോൾ ഇത് മതിയാകും എന്ന് തോന്നുന്നതുണ്ടോ. ഇത്രയും പയർ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പോന്നേക്കട്ടോ, നമ്മളോട് ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ പറിച്ചെടുത്തു. ഇനി നമ്മൾ തോരൻ വെക്കാൻ നോക്കട്ടെ കേട്ടോ.